മലബാറിലെ +1 സീറ്റുമായി ബന്ധപ്പെട്ട് MSFന്റെ സമരങ്ങൾ നടന്നു വരികയാണ്. കഴിഞ്ഞ 1-2 ആഴ്ചയായി മലബാറിലെ വിവിധ ജില്ലാ നിയോജകമണ്ഡലം തലങ്ങളിൽ തെരുവിൽ ഈ അവകാശ പോരാട്ടത്തിൽ MSF സമരമുഖത്താണ്. കഴിഞ്ഞ ആഴ്ച RED ഓഫീസ് ഉപരോധിച്ച MSFന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി VA വഹാബ് മഞ്ചേരി സബ് ജയിലിലും, ഇന്നലെ തിരുവനന്തപുരത്ത് ഹയർ സെക്കൻഡറി ഡയറക്ടർ ഓഫീസിനെ ഉപരോധിച്ച MSFന്റെ സംസ്ഥാന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള 12 പേർ ജയിലിൽ അടക്കപ്പെടുകയാണ്. MSF കൃത്യമായി അതിൻ്റെ സമരമുഖത്ത് മലബാറിലെ SSLC പാസ്സായ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് MSF സമരം നടത്തുന്നത്. ഈ സമരം സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. സർക്കാർ ചെയ്യുന്നത് ഈ സമരത്തെ അടിച്ചമർത്താനാണ്. പോലീസിനെ ഉപയോഗിച്ച്, തൻ്റെ കയ്യിലുള്ള മുഴുവൻ അധികാരങ്ങളെ ഉപയോഗിച്ച് സമരം ചെയ്യുന്ന മുഴുവൻ സമര നേതാക്കന്മാരെയും ജയിലിലടക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അവിടെയാണ് MSF പറയുന്നത്, എത്ര ആളുകളെ നിങ്ങൾ ജയിലിലടച്ചാലും, എങ്ങനെയൊക്കെ ഈ സമരത്തെ അടിച്ചമർത്താൻ നിങ്ങൾ ശ്രമിച്ചാലും, MSF എന്ന് പറയുന്ന സംഘടനയിലെ അവസാനത്തെ ഒരു പ്രവർത്തകൻ ഈ പതാകമായി തെരുവിലുണ്ടാകുമെന്ന് സർക്കാരിനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇത് വിദ്യാഭ്യാസ അവകാശ പോരാട്ടമാണ്. വിദ്യാഭ്യാസ വകുപ്പിലെ മന്ത്രി പറയുന്നത് ഇത് കള്ളക്കണക്കാണ്, ഇവിടെ ആർക്കും സീറ്റ് ലഭിക്കാതെ പോകില്ല, എല്ലാവർക്കും സീറ്റുണ്ട്, ഇനിയും അലോട്ട്മെന്റ് നടക്കാറുണ്ട്. പല സമയങ്ങളിലായി അദ്ദേഹം അങ്ങനെ പ്രതികരിക്കുന്നു. 3ാം അലോട്ട്മെന്റ് കഴിഞ്ഞു. ഫുള്ള് A+ കിട്ടിയ അല്ലെങ്കിൽ നല്ല മികച്ച വിജയിച്ച വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കാതെ പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം മലപ്പുറത്തും മലബാറിലും ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കണ്ടില്ലെന്നടിക്കാൻ, അല്ലെങ്കിൽ അത് കള്ളക്കണക്കാണെന്ന് പറഞ്ഞ് ഈ സമൂഹത്തെയും കേരളത്തിലെ വിദ്യാർത്ഥികളെയും അവഹേളിക്കുന്ന അല്ലെങ്കിൽ വഞ്ചിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത്, മലപ്പുറത്തെ കണക്ക് മാത്രം പരിശോധിക്കപ്പെട്ടാൽ 7000-ഓളം വരുന്ന അപേക്ഷകരെ തള്ളിക്കൊണ്ടാണ് അദ്ദേഹത്തെ കണക്ക് പുറത്തുവിട്ടത്. അദ്ദേഹം അതിന് പറയുന്നത് സമീപ ജില്ലകളിൽ നിന്ന് അപേക്ഷ കൊടുത്തവരുടെ കണക്കാണ്, അത് കുറച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു കാൽക്കുലേഷൻ, ഒരു കണക്ക് പുറത്തുവിട്ടത്. മലപ്പുറത്തെ അതിർത്തി പ്രദേശങ്ങളിലായ പാലക്കാട്, തൃശൂർ, ഒരു പക്ഷേ പാലക്കാട് ജില്ലയിൽ അതിർത്തി പ്രദേശമായ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മലപ്പുറത്തെ മറ്റൊരു അതിർത്തി പ്രദേശമായ തൃശൂരിന്റെ അതിർത്തി പ്രദേശമായ പൊന്നാനി MI ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, ബോയ്സും ഗേൾസും ഉണ്ട്. അതുപോലെ പെരിന്തൽമണ്ണയിലെ അതിർത്തി പ്രദേശമായ പുലാമന്തോള്, മണ്ണാർക്കാട് പ്രദേശത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ, തൊട്ടടുത്ത തൻ്റെ 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്കൂളിലേക്ക് അപേക്ഷ കൊടുക്കാൻ ആ കുട്ടി മലപ്പുറത്ത് അവകാശമില്ല എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ഫുൾ A+ കിട്ടി, മികച്ച ഒരു കോഴ്സ് പഠിക്കാൻ മികച്ച ഒരു സ്കൂൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയുടെ ചോയ്സിനെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് മാറിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ ഇത് കണ്ടില്ലെന്നടിക്കാൻ MSFനാവില്ല. MSFന്റെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയെ ജയിലടച്ചതുകൊണ്ട് സമരം അവസാനിപ്പിക്കുമെന്ന് വിചാരിച്ച വിദ്യാഭ്യാസ വകുപ്പിനോട് ഒരിക്കൽ കൂടി പറയുന്നു, ഈ സംഘടനയുടെ പതാകയുമായി അവസാനത്തെ ഒരു പ്രവർത്തകൻ തെരുവിലുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്.